ഹലോ, നമസ്കാരം എല്ലാ ചങ്ങാതിമാർക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ മാംഗോയുടെ പ്യൂരി, ഹാഫ് ഗ്ലാസ് ഓഫ് മിൽക്ക് വിത്ത് സാഫ്രോൺ, നമ്മൾ കുങ്കുമപ്പൂ ഇട്ട് വെച്ച കുറച്ച് മിൽക്ക്, ഹാഫ് ഗ്ലാസ് ഓഫ് മിൽക്ക് മെയ്ഡ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, വെള്ളത്തിൽ കലർത്തിയെടുത്തത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. പാൻ അടപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ മാംഗോ പ്യൂരി ആദ്യം ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ മാംഗോ സീസൺ ടൈമിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. മാംഗോ ഫ്രഷായിട്ട് കഴിക്കാൻ തന്നെ നല്ലതാണ്, ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട്സുമാണ്. പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കി ട്രൈ ചെയ്യാം. പ്യൂരി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്യൂരി ഇച്ചിരി വേവിച്ചിട്ട് പാൽ ഒഴിച്ചാൽ മതി. ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി ഇത് നമ്മൾ അടി പിടിച്ച് കട്ട കെട്ടി പോകാതെ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, കൈ മാറാതെ. കൈ കണ്ട് അതിൽ നമ്മളിട്ടതിനകത്തൊരു ചെറിയ കഷ്ണം വന്നിട്ടുണ്ട്. കഷ്ണമാണെങ്കിൽ സെറ്റ് ചെയ്യുമ്പം അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ആ കഷ്ണം എടുത്ത് മാറ്റി. ആഡ് ആവുമെന്ന് നോക്കി, പറ്റാഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ ആ കഷ്ണം എടുത്ത് മാറ്റി വെച്ചു. നമ്മൾ കൈ മാറാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. എടുത്ത് മാറ്റുവാണല്ലോ പിന്നെ അത് പ്രശ്നമാണ്. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കാതെ. അതുപോലെ തന്നെ പാലും എല്ലായിടത്തും ഇളകി മിക്സായി നന്നായി വരത്തക്ക രീതിയിൽ എപ്പോഴും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പാൽ ഒരുവിധം മിക്സായി വന്നപ്പോഴേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴും നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സാണ്. അത് കോൺഫ്ലവർ വെള്ളത്തിൽ അല്ലെങ്കിൽ പാലിൽ കലക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കോൺഫ്ലവറൊക്കെ ചൂടാകുമ്പോഴത്തേക്ക് കട്ടയാവും, എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, കട്ട കെട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്കധികം സമയവും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് ഒരുവിധം കുറുകി വരുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ കോൺഫ്ലവറാണ് ഇതിന് ചേർത്തത്. അല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവറിന് പകരം നമുക്ക് ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കോൺഫ്ലവറാണ് ചേർത്തത്. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നിർത്താതെ ഇളക്കുകയാണ്. നമ്മുടെ പുഡിംഗ് എല്ലാം ഒരുവിധം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് വയ്ക്കാവുന്നതാണ്. നമ്മൾ
നമ്മുടെ പുഡിങ് കറക്റ്റ് പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബൗളുകളിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു കറക്റ്റ് പരുവം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ചെറിയ 4 ഗ്ലാസ്സുകളിലും ഈ ഒരു ബൗളിലും കൂടെ ആണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒരു 6 to 7 hours വെക്കുവാണെങ്കിൽ കറക്റ്റ് സെറ്റായിട്ട് വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റി പുഡിങ്ങാണ് മാംഗോ പുഡിങ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അഭിപ്രായം പറയുക. നമ്മൾ ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടാണ്. ഫോയിൽ അല്ലെങ്കിൽ അലൂമിനിയം ക്ലീൻ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും കവർ ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മളുടെ സെറ്റായ വ്യൂ ആണ്. നമ്മൾ ഇപ്പം ചില്ല് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ തണുപ്പിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം സെറ്റായ പുഡിങ്ങിൻ്റെ പിക്ചറാണിത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മളത് മാംഗോ പീസസും പിന്നെ പൊമഗ്രാനൈറ്റും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ കറക്റ്റ് അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ കണ്ടോ അങ്ങനെ കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കറക്റ്റ് പരുവമായിട്ടിരിക്കുന്നുണ്ട്. ടേസ്റ്റിയാണ്, ക്രീമി യമ്മിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ബൈ.